മസാലദോശ ഉണ്ടാക്കുന്നതിന് നമുക്കാദ്യം മാവ് റെഡിയാക്കാം. അതിന് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി 4-5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. 2 ഗ്ലാസ് പച്ചരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി കുതിർത്ത് വെച്ച ആ വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ എടുക്കാവുന്നതാണ്. പിന്നീട് ഒരു 1/2 സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഉലുവയും ഉഴുന്നും അടിച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നീട് അതേ ജാറിൽ തന്നെ നമുക്ക് പച്ചരി അടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ പച്ചരിയും അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം 10-11 മണിക്കൂർ നമുക്കത് മൂടി വയ്ക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഞാനിത് തലേന്നാണ് ചെയ്തു വെച്ചത്. പിറ്റേന്ന് രാവിലെ ഞാൻ ദോശയ്ക്ക് വേണ്ട മസാല റെഡിയാക്കാൻ പോവാം. മസാലയ്ക്ക് 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് കുക്കറിലിട്ട് 4-5 വിസിൽ വരുത്തിച്ച് വേവിച്ചെടുക്കുകയാണ്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽ മുളകിട്ട് കുറച്ച് കരിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും എരിവിന് വേണ്ടി 3-4 പച്ചമുളകും ഇട്ട് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ഉള്ളിയാണ് ഇവിടെ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഒരു വലിയ ഉള്ളിയാണ് ഇത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുമിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് മുറിച്ചിടാവുന്നതാണ്. അങ്ങനെ വെന്തെടുത്ത ആ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ച് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. മസാല റെഡിയായതിന് ശേഷം ഞാൻ ഇന്നലെ ആയിരുന്നു മാവ് അടിച്ച് വെച്ചത്. അപ്പോൾ രാവിലെ ആയപ്പം ദോശ ചുടാൻ വേണ്ടി പോവാണ്. അപ്പോൾ 10-11 മണിക്കൂർ കുതിർന്ന മാവാണിത്. പിറ്റേന്ന് ഞാൻ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മാവ് പാകമാക്കിയെടുക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം.
ഇനി നമുക്ക് ആ ദോശൻ്റെ പുറത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിക്കുന്നതിനനുസരിച്ച് സ്വാദ് കൂടും. ഇനി മൊരിയിച്ചെടുക്കാവുന്നതാണ്. മൊരിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ പുറത്ത് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കാവുന്നതാണ്. നമ്മുടെ മസാല ദോശ റെഡിയായി.